ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് പറയുന്ന മുക്തിബോധിൻ്റെ കവിതയുടെ ഒരു വ്യാഖ്യയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാരാംശമാണ്. നമുക്കറിയാം ഈ കവിത നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽറ്റി ആയതുകൊണ്ടും നമ്മളതിൻ്റെ ഒരു സാരാംശം കൂടി ആഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4 സ്റ്റാൻസ് പാരഗ്രാഫായിട്ട് വരുന്ന കവിതയാണ് ജൻ ജൻ കാ ചെഹ്റ ഏക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ ജനങ്ങളുടെയും മുഖം ഒരുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് ആ ഒരു ഏകത, ആ ഒരു ഒരുമയെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണിത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എക്സാമിന് മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവുക കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൻ്റെ സാരാംശം എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ആശയം ലിഖിയ എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കണം പ്രസ്തുത് പങ്ക്തിയാ ഗജാനൻ മാധവ് മുക്തിബോധ് ദ്വാര രചിത് ജൻ ജൻ കാ ചെഹ്റ ഏക് നാമക് കവിതാ സെ ലീ ഗയി ഹെ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രസ്തുത് പങ്ക്തിയാ മുക്തിബോധ് ദ്വാര രചിത് ജൻ ജൻ കാ ചെഹ്റ ഏക് നാമക് കവിതാ സെ ലീ ഗയി ഹെ, അതാണ് കുറച്ചുകൂടി നല്ലത്. ओके, അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ कवि कहते हैं कि चाहे कोई भी व्यक्ति किसी भी देश या प्रांत का निवासी क्यों न हो उन सबके चेहरे में समानता होती है. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ആദ്യത്തെ 2 ലൈൻസിൻ്റെ മീനിങ് ആണിത്. അതായത് ഏതൊരു ദേശത്തുള്ള അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തുള്ള ആളായിക്കോട്ടെ, ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ നമ്മളുടെ ഫേസ് തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, മനുഷ്യർക്കെല്ലാം തന്നെ ഒരു ജനറലായിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് കവി कहते हैं कि चाहे वो किसी भी देश या प्रांत का निवासी हो समानता सभी में होती है. അത് തന്നെയാണ്, അതായത് ആ സിമിലാരിറ്റി എല്ലാവരിലും ഉണ്ട്. സൂരജ് अपनी किरणों को समान रूप से बिखेरता है. चाहे वो ഏഷ്യ, യൂറോപ്പ് യാ അമേരിക്ക ഹോ. അതായത് അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് ഇവിടെയൊക്കെ പതിക്കുന്ന സൂര്യരശ്മികൾ ഒരുപോലെയാണ്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം ഒരുപോലെയാണ് ഈ എല്ലാ രാജ്യങ്ങളിലും പതിക്കുന്നത്. ഓക്കെ, कष्ट या दुख से ग्रस्त व्यक्ति के चेहरे पर आने वाली रेखाएं और छुरियां एक समान होती है. കഷ്ടം അല്ലെങ്കിൽ ദുഃഖത്തിലൂടെയൊക്കെ മുഖത്ത് ചുളിവുകൾ വരുന്നുണ്ടല്ലോ, ആ ചുളിവുകളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ മുഖത്ത് വരുന്ന ചുളിവുകളും ഒരുപോലെ തന്നെയാണ്. ജോഷ് യാ താക്കത് മേ ബന്ദി മുട്ടിയോം ബി ഏക് സമാൻ ഹോത്തി ഹെ ഓർ ഉൻകാ ബി ഏക് ലക്ഷ്യ ഹോത്താ ഹെ. അതായത് ചുരുട്ടി പിടിച്ച കൈകൾക്കും ഒരേ ഒരു ലക്ഷ്യമാണുള്ളത്. ഓക്കെ, എന്താണ്? അന്യായക്ക് വിരുദ്ധ ആവാസ് ഉഡാന, അതാണ് ആ ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ അടിച്ചമർത്തലിനെതിരെ ശബ്ദമുയർത്തുക, അല്ലെങ്കിൽ അന്യായത്തിനെതിരെ ശബ്ദമുയർത്തുക, അതാണ് ചുരുട്ടിപ്പിടിച്ച കൈകളുടെ ലക്ഷ്യം. അടുത്ത ഇതിലേക്ക് പോകാം. കവി कहते हैं कि सभी प्राणियों की समान समस्याएं भावनाएं समान होती है लेकिन इस संसार में विभिन्नता होती है. അതായത് ഏതൊരു ജന്തുവാണോ അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളിൽ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ എന്താണ്, അതുപോലെ തന്നെ ഡിഫറൻസസ് നമുക്ക് ഈ ലോകത്ത് കാണാൻ കഴിയും. कवि ये बताना चाहते हैं कि सारे संसार में सूर्य एक होता है और अपनी रोशनी समान रूप से सभी चीज़ों पर बिखेरता है. ഓക്കെ, അതായത് ഈ ലോകത്ത് എന്താണ്, ഒരു സൂര്യനേ ഉള്ളൂ. അതിൽ നിന്നാണ് നമുക്ക് നമ്മളുടെ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെളിച്ചവും ഊർജവും കിട്ടുന്നത്. അതായത് സമാൻ രൂപ ഈക്വലായിട്ടാണ് അതിൻ്റെ പ്രകാശം ഈ ഭൂമിയിൽ പതിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, അതായത് ആ കവിതയിൽ വിട്ടുപോയതാണ്. पृथ्वी के गोल चारों मोर के धरातल पर है जनता का दल एक पक्ष जलता हुआ लाल की भयानक सितारा एक ഉദ്ദീപിത് ഉസ്ക വികരാൽസ ഇഷാര ഏക്. അതായത് അതിൻ്റെ വേറൊരു മീനിങ് കൂടി നമ്മൾ ആ കവിത ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞായിരുന്നു. അതായത് ജനത ക്രോധിത് ഹോത്താ ഹെ തോ ഉസ്കാ ക്രോധ് ബി സൂര്യക്ക് തര ഹോത്താ ഹെ. അതായത് ഈ ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് ദേഷ്യം വരുമ്പോൾ അവരുടെ ദേഷ്യവും സൂര്യനെ പോലെ തന്നെയാണ്.
ഓക്കെ, ഗുസ്സേക്ക ഇഷാരയേക്ക, അവർക്ക് ആ ദേഷ്യം വരുന്നതിന് കാരണവും ഒരുപോലെ ആയിരിക്കും. അങ്ങനെ ഒരു മീനിങ് കൂടി അവിടെ വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ കവി कहते ഗംഗ, ഇരാവതി, മിനാം, നീൽ, ആമസോൺ, മിസോറി ജെയ്സി നദിയോമേ അസീമിത് ജൽപ്രവാഹ ഹോത്തി. അതായത് ഈ നദികളിലൊക്കെ നല്ല ഒഴുക്കുണ്ട്. ഓക്കെ, ഇൻ നദിയോമേ ജലോമേ കോയി ബി മൗലിക് അന്തർ നഹിയെ. എന്താണ് നോക്കുമ്പോഴേ നദികളിലെ വെള്ളത്തിൽ വലിയ വ്യത്യാസമില്ല. ഈ നദിയാ മനുഷ്യको നിരന്തർ बढ़ते हुए देखने की പ്രേരണ देती है. അതായത് എന്താണ് നമ്മളുടെ നദികൾ എന്താണ് നോൺ സ്റ്റോപ്പായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി മാറ്റങ്ങളും ഉണ്ടായാലും. ഓക്കെ, ഇൻ നദിയോं का जल प्यार और क्रोध दोनों का संदेश देता है. അതായത് ഈ നദികളിലെ ജലം സ്നേഹം അതുപോലെ തന്നെ ക്രോധ് അല്ലെങ്കിൽ ദേഷ്യം, ഇതിൻ്റെ രണ്ടിൻ്റെയും സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അതായത് സിന്ദഗി, അതായത് ജീവിതത്തിൻ്റെ ആ ഒരു ലൈഫിനെ സൂചിപ്പിക്കുന്നതാണ് ഈ നദിയുടെ ഒഴുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നദിയുടെ ഒഴുക്ക് പോലെ തന്നെയാണ് ജീവിതത്തിൽ സംഘർഷവും പ്രശ്നങ്ങളൊക്കെ വന്നാലും നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കണം ലൈഫ്, അതിനെ സൂചിപ്പിക്കുന്നതാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു സമ്മറി പോലെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നമ്മളതിൻ്റെ വ്യാഖ്യയായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.